ഡെയ്മ്ലർ എങ്ങനെ മെഴ്സിഡസ് ബെൻസ് ആയി? പേരിന് പിന്നിലുണ്ട് ഒരു കിടിലൻ കഥ. ഒരു വ്യക്തിയുടേതും ഒരു ഉത്പന്നത്തിന്റെയുമെല്ലാം ഏറ്റവും പ്രധാന ഐഡന്റിറ്റി എന്നത് പേര് തന്നെയായിരിക്കും. ഉത്പന്നങ്ങളെ സംബന്ധിച്ച് അവരുടെ വളർച്ചയിൽ പലപ്പോഴും നിർണായക പങ്കുവഹിക്കുന്നത് പോലും പേരുകളാണ്. പലപ്പോഴും പേരുകൾക്ക് പിന്നിൽ വളരെ രസകരമായ കഥകളും ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കാർ കമ്പനിയായ മെഴ്സിഡസ് ബെൻസിന് ഈ പേര് ലഭിച്ചതിന് പിന്നിലെ കഥയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത്. മെഴ്സിഡീസ് ബെൻസ് സ്റ്റെൻ ഒല കല്ലേനിയസ് ആണ് ഈ വാഹന കമ്പനിക്ക് ബെൻസ് എന്ന പേര് ലഭിച്ചതിന് പിന്നിലെ കഥ അമേരിക്കയിലെ അഭിഭാഷകനും വ്യവസായിയുമായി ഡേവിഡ് റൂബൻസ്റ്റീൻ വിശദീകരിച്ച് നൽകുന്നത്. 1886 ഗോട്ട്ലീബ് ഡെയ്മ്ലർ ഈ കാർ കമ്പനി ആരംഭിച്ചപ്പോൾ ഡെയ്മ്ലർ എന്നാണ് പേര് നൽകിയിരുന്നത്. വിൽഹെം മെയ്ബാക്ക് എന്നയാൾ ആയിരുന്നു അക്കാലത്ത് ഡെയ്മ്ലറിന്റെ ചീഫ് എഞ്ചിനീയറിന്റെ ചുമതലകൾ വഹിച്ചിരുന്നത്. ഈ കമ്പനി ആരംഭിച്ച് 15 വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രിയൻ വ്യവസായിയായ എമിൽ ജെല്ലിനെക്ക് എന്നയാൾ ഒരു സുപ്രധാന ആവശ്യവുമായി ഡെയ്മ്ലറിനെയും മെയ്ബാക്കിനെ സമീപിച്ചു. റേസിംഗ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു എഞ്ചിൻ വികസിപ്പിക്കണമെന്നായിരുന്നു ആ ആവശ്യം. ഫ്രാൻസിലെ നൈസിൽ നടക്കുന്ന ഒരു കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നതിനും വിജയം ഉറപ്പാക്കുന്നതുമായിരുന്നു എഞ്ചിൻ നിർമ്മിക്കാൻ ഈ രണ്ടുപേരെയും ചുമതലപ്പെടുത്തിയത്. എമിൽ ജെല്ലിനെക്കിന്റെ ആവശ്യം ഏറ്റെടുക്കാനായിരുന്നു ഡെയ്മ്ലറിന്റെയും മെയ്ബാക്കിന്റെയും തീരുമാനം. തുടർന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം അനുസരിച്ച് കരുത്തുറ്റ എഞ്ചിനുമായി ഒരു വാഹനം അവർ ഒരുക്കുകയായിരുന്നു. ഈ വാഹനവുമായി മത്സരത്തിന് ഇറങ്ങിയ ജെല്ലിനെക്ക് 1ാം സ്ഥാനക്കാരനായി വിജയിക്കുകയും ചെയ്തു. അതോടെ അദ്ദേഹം മറ്റൊരു ആവശ്യം ഇവർക്ക് മുന്നിൽ വെച്ചു. ഈ വാഹനത്തിന് തന്റെ മകളുടെ പേരിടണം. ആ പേര് മെഴ്സിഡസ് എന്നാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നതിനൊപ്പം ആ പേര് ഡെയ്മ്ലറിന് വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ കമ്പനിയുടെ യഥാർത്ഥ പേരായ ഡെയ്മ്ലർ എന്ന പേര് നൽകാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹം ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്ത ഈ പേര് പിന്നീട് ലോകം കണ്ട് ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നാണ് മെഴ്സിഡസ് ബെൻസ് ആയി മാറുകയായിരുന്നു എന്നാണ് സ്റ്റെൻ ഒല കല്ലേനിയസ് പറയുന്നത്. മെഴ്സിഡസ് ബെൻസ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിവരം അനുസരിച്ച് 1902 ജൂൺ 23 മെഴ്സിഡസ് എന്ന പേര് ബ്രാൻഡ് നെയിം ആയി രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്ന് അതേ വർഷം സെപ്റ്റംബർ മാസത്തോടെ പകർപ്പവകാശവും സ്വന്തമാക്കുകയായിരുന്നു. 1903 എമിൽ ജെല്ലിനെക്ക് തന്റെ ജെല്ലിനെക്ക് മെഴ്സിഡസ് എന്ന് മാറുന്നതിനുള്ള അനുമതിയും സ്വന്തമാക്കി. ആദ്യമായിട്ടായിരുന്നു ഒരു പിതാവ് തന്റെ പേരിനൊപ്പം മകളുടെ പേര് ചേർക്കുന്നത്. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.